UAE കോൺസുലേറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ 30 കോടി രൂപ വില വരുന്ന 15 കോടി രൂപ വില വരുന്ന സ്വർണം കള്ളക്കടത്ത് നടത്തിയ കേസിൽ IT വകുപ്പ് ഉദ്യോഗസ്ഥ സ്വപ്ന സുരേഷ്, കോൺസുലേറ്റ് മുൻ PRO സരിത് കുമാർ പ്രതികളായതോടെയാണ് IT വകുപ്പിൽ സ്വപ്ന നായർക്ക് നിർണായകമായ ജോലി നൽകിയ സംഭവം പിണറായി സർക്കാരിനെ വിവാദത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്ത് വിവാദമുണ്ടായാലും അതെല്ലാം മുഖ്യമന്ത്രിയുടെ ആഫീസുമായി ബന്ധപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അത്തരത്തിൽ ഒരു സ്ഥിരം പ്രതിപക്ഷ ആരോപണം മാത്രമാണോ മറ്റൊരു രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ നടന്ന കള്ളക്കടത്തിൽ IT വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് പങ്കുണ്ടെന്നും അവർ ഒളിവിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായതും അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുമോ? ആരോപണമുയർന്ന് പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാലും അദ്ദേഹം IT വകുപ്പ് സെക്രട്ടറിയായി തുടരും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒന്നുകൂടി പറഞ്ഞു, കുറ്റാരോപിതരായ ആരെയും രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ആഫീസ് ശ്രമിക്കില്ല. നാവിനെല്ലില്ല എന്ന് വെച്ച് BJP പ്രസിഡന്റ് സുരേന്ദ്രന് എന്തും പറയാനുള്ള ഒരു ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ ആഫീസ്. അങ്ങനെ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ഒരു ലാവണമല്ല മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്നുകൂടി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെയാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സെക്രട്ടറി ശിവശങ്കറിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. കേസന്വേഷിക്കുന്ന കസ്റ്റംസ് പറയുന്നത് 8 ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന്, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്നും അവർ പറയുന്നു. എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറയും, ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് IT സെക്രട്ടറി M ശിവശങ്കറിന്റെ നിലപാട്. സ്വപ്നയുടെ നിയമനം എന്റെ അറിവോടെയല്ല, ഏത് സാഹചര്യത്തിലാണ് നിയമനം നടത്തിയതെന്ന് അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന മാണിയുടെ രാജിക്ക് വഴിവെച്ച കോഴയിടപാടാണ്. കോഴയിടപാട് ആരോപണം ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ ബാഷ ഒരു പരാമർശം നടത്തി. സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം. ഹൈക്കോടതിയുടെ ഈ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിലെ രണ്ടാമനായിരുന്ന KM മാണി രാജിവെച്ചു. അതുപോലെ മറ്റൊരു രാജി ഓർമ്മ വരുന്നത്, രാജൻ കൊലക്കേസിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കെ ആഭ്യന്തരമന്ത്രിയായിരുന്ന K കരുണാകരന് രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിവരം അറിയുമായിരുന്നു എന്ന ഒരു പരാമർശം ഹൈക്കോടതി നടത്തി.
ഹൈക്കോടതിയുടെ ആ പരാമർശത്തിൻ്റെ പേരിലാണ് പിന്നീട് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ആ സ്ഥാനം രാജിവെച്ചു. അതുപോലെ മറ്റൊരു രാജി ഓർമ്മ വരുന്നത് പഞ്ചസാര കുംഭകോണം. എ കെ ആന്റണി കേന്ദ്ര ക്യാബിനറ്റ് സഹമന്ത്രിയായിരുന്ന കാലത്ത് ക്യാബിനറ്റ് മന്ത്രിക്കെതിരെ ആരോപണമുണ്ട്. ക്യാബിനറ്റ് മന്ത്രിക്കെതിരെ പഞ്ചസാര കുംഭകോണത്തിൽ ആരോപണം ഉയർന്നപ്പോൾ അതിൻ്റെ പേരിലാണ് അന്ന് എ കെ ആന്റണി കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചത്. അതുപോലെ കേരളത്തിൽ വനം മന്ത്രിയായിരുന്ന കെ പി വിശ്വനാഥന് വാളയാറിൽ ചന്ദന ഫാക്ടറിക്ക് അനുമതി കൊടുത്തതുമായി ബന്ധമുണ്ടെന്ന ഒരു സംശയം ഹൈക്കോടതി പുറപ്പെടുവിച്ചപ്പോഴാണ് കെ പി വിശ്വനാഥൻ രാജിവെച്ചത്. ഇത്തരത്തിൽ ധാർമ്മികത മുൻനിർത്തി കേരളത്തിലും ഇന്ത്യയിലും പല മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാജിവെച്ചിട്ടുണ്ട്. യു പി മുഖ്യമന്ത്രിയായിരിക്കെ വി പി സിംഗ് ഇത്തരത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെച്ചിട്ടുണ്ട്. റെയിൽവേ ദുരന്തമുണ്ടായപ്പോൾ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മിശ്ര ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു. ഇതെല്ലാം പറയാൻ കാരണം ഗുരുതരമായ ആരോപണങ്ങൾ ഒരു മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. ആ ഒരവസ്ഥയിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എത്തി നിൽക്കുന്നത്. ഇടതുപക്ഷ ഭരണം പിണറായിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചപ്പോൾ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത്. കാരണം വി എസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് വിഭാഗീയത പാർട്ടിയിൽ സജീവമായി. വി എസ് ഒരു പക്ഷത്തും മറ്റൊരു പി ബി മെമ്പറായ പിണറായിയുടെ നേതൃത്വത്തിൽ മറുപക്ഷവും പാർട്ടി വിഭാഗീയമായി ഏറ്റുമുട്ടിയിരുന്ന കാലം. അത് ഒട്ടൊന്നുമല്ല വി എസ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം തുടങ്ങി 5 കൊല്ലം മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ വി എസ് ഈ വിഭാഗീയതയുടെ പേരിൽ വലിയ എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. മുഖ്യമന്ത്രിയായ വി എസിൽ നിന്ന് ആഭ്യന്തര വകുപ്പും വിജിലൻസും എടുത്തു മാറ്റി കോടിയേരി ബാലകൃഷ്ണനെ അത് ഏൽപ്പിക്കാനും അന്ന് പാർട്ടി മടിച്ചില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ ഭരണം നടത്തിയത്. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വിഭാഗീയത എന്ന പ്രതിഭാസം പാർട്ടിയിൽ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. വി എസ് അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിക്കുകയും അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. അങ്ങനെ വിഭാഗീയതയെല്ലാം ഒഴിഞ്ഞ് ഒരു സൽഭരണം ജനങ്ങൾക്ക് കാഴ്ചവെക്കാനുള്ള നല്ല അന്തരീക്ഷത്തിലാണ് പിണറായി സർക്കാർ അധികാരമേറ്റത്. പക്ഷേ തുടക്കം മുതൽ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യ വിവാദം DGP ആയിരുന്ന സെൻകുമാറിനെ മാറ്റി ബഹറെ DGP ആക്കിക്കൊണ്ടുള്ള നിയമനം. സെൻകുമാർ അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി സെൻകുമാറിൻ്റെ വാദങ്ങൾ അംഗീകരിച്ച് സെൻകുമാറിനെ വീണ്ടും DGP ആയി നിയമിക്കാൻ ഉത്തരവിട്ടു. പിണറായി സർക്കാരിന് ആ കേസ് പറയാൻ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വന്നു. എന്നിട്ടും വിജയിച്ച സെൻകുമാർ മാസങ്ങൾ മാത്രമാണെങ്കിലും DGP ആയി ഇവിടെ തുടർന്നു.
ആ സമയത്ത് സെൻകുമാറും സർക്കാരുമായി ഉണ്ടായ തർക്കങ്ങളും മറ്റും എല്ലാവർക്കും അറിയാം. മറ്റൊരു വിവാദം, വിജിലൻസ് ഡയറക്ടറായി നിയമിക്കപ്പെട്ട സീനിയർ IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിന്റെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം EP ജയരാജൻ ബന്ധുനിയമനത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന കേസിൽ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ജേക്കബ് തോമസ് CPMന് തൊട്ടുകൂടാത്ത ഒരാളായി മാറിയത്. അതുവരെ ജേക്കബ് തോമസിന് വേണ്ടി പാർട്ടിയും മുഖ്യമന്ത്രിയും നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ കേരളം മറന്നിട്ടില്ല. ജേക്കബ് തോമസിന്റെ കട്ടിൽ കണ്ട് ആരും പനിക്കണ്ട എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചത്. അന്ന് ജേക്കബ് തോമസ് ചെയ്ത 2 നടപടികൾ പിന്നീട് ചീഫ് സെക്രട്ടറിമാരായി വന്ന KM എബ്രഹാമിന്റെയും ടോം ജോസിന്റെയും വീടുകൾ റെയ്ഡ് ചെയ്യും. അഴിമതിക്ക് പേരുകേട്ട ആളായിരുന്നു ടോം ജോസ് എങ്കിലും ടോം ജോസിന്റെ വീട് റെയ്ഡ് ചെയ്ത നടപടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നില്ല. പക്ഷേ അന്ന് ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിന്റെ വീട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ റെയ്ഡ് ചെയ്ത ജേക്കബ് തോമസിന്റെ നടപടി വൻ വിവാദങ്ങൾക്കിടയാക്കി. അതോടെയാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റുന്നത്. അഴിമതി തുടച്ചു നീക്കാനായി അധികാരമേറ്റ പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ അഴിമതി വിരുദ്ധ നടപടികളുടെയും നേതൃത്വമാണ് അന്ന് ജേക്കബ് തോമസ് ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ ചുവപ്പ് കാർഡും മഞ്ഞ കാർഡും തുടങ്ങിയ പരാമർശങ്ങൾ വലിയ വാർത്തകളായി. എന്നാൽ രാജിവെച്ച മന്ത്രി EP ജയരാജനെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചതോടെ പാർട്ടിയും മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ കൈവിട്ടു. ജേക്കബ് തോമസ് എഴുതിയ ഒരു പുസ്തകം സ്രാവുകളോട് ഒപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം റിലീസ് ചെയ്യാമെന്ന് ഏറ്റിരുന്നത് മുഖ്യമന്ത്രിയാണ്. എന്നാൽ തലേ ദിവസം അത് റിലീസ് ചെയ്യുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറി. അതേ പുസ്തകം എഴുതി എന്നതിൻ്റെ പേരിലാണ് പിന്നീട് ജേക്കബ് തോമസ് വേട്ടയാടപ്പെട്ടതും അദ്ദേഹത്തെ ഷൊർണൂറിലെ മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി അവസാന നാളുകളിൽ വരെ അദ്ദേഹം കഴിയുകയും റിട്ടയർ ചെയ്യുന്ന ദിവസം ആഫീസിൽ തന്നെ പായ് വിരിച്ച് നിലത്ത് കിടന്നുറങ്ങി അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. ബഹ്റയുടെ സ്ഥാനത്ത് DGP ആയി ഇരിക്കേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ്. ഇപ്പോഴും ജേക്കബ് തോമസിനെതിരെയുള്ള കേസും നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ രാജി മന്ത്രി EP ജയരാജൻ്റേതായിരുന്നു. രണ്ടാമത്തത് NCP മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട രാജിയാണ്. അന്ന് ആലപ്പുഴ കളക്ടറായിരുന്ന അനുപമ IAS നടത്തിയ അന്വേഷണ റിപ്പോർട്ടും ആ റിപ്പോർട്ട് ഹൈക്കോടതി ഗൗരവമായി എടുത്തതും അവസാനം മറ്റു വഴികളില്ലാതെ തോമസ് ചാണ്ടി രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. അന്നുണ്ടായ വിവാദങ്ങളും ആരും മറന്നിട്ടില്ല. തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന് CPI, രാജിവെക്കേണ്ടതില്ലെന്ന് CPM, രാജിവെക്കുന്ന ദിവസം പോലും അദ്ദേഹം ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തു. രാജിവെച്ച ശേഷം അദ്ദേഹം ഔദ്യോഗിക കാറിൽ നാട്ടിലേക്ക് പോയി. എല്ലാം വിവാദമായി. ഇതിന് പിന്നാലെയാണ് മന്ത്രിയായ ചാണ്ടിക്ക് പകരം മന്ത്രിയായ AK ശശീന്ദ്രനെ ഹണി ട്രാപ്പിൽ കുടുക്കിയ വിവാദം. ഹണി ട്രാപ്പിൽ കുടുക്കിയ വിവാദം കത്തിപ്പടരുകയും അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന
മംഗളം എഡിറ്റർ അജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരു പത്രാധിപർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യ സംഭവമായിരുന്നു. നമ്മുടെ കേരളത്തിലെ മാധ്യമ ലോകം അജിത്ത് നേരത്തെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാവാം അജിത്തിൻ്റെ അറസ്റ്റിനെതിരെ കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനോ പത്രസമൂഹമോ പത്രാധിപന്മാരോ പ്രതികരിച്ചില്ല. അങ്ങനെ വാർത്ത പുറത്തു കൊണ്ടുവന്ന പത്രാധിപർ അറസ്റ്റിലും ജയിലിലും ആവുകയും മന്ത്രി ആ സ്ഥാനത്ത് തുടരുകയും. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ശശീന്ദ്രൻ മന്ത്രിയെ ഹണി ട്രാപ്പിൽ കുടുക്കുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് കമ്മീഷൻ എത്തിച്ചേർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നില്ല. ഇതായിരുന്നു പിണറായി സർക്കാർ നേരിട്ട മറ്റൊരു വിവാദം. ഇങ്ങനെ എന്ത് വിവാദമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ ആഫീസുമായി അതിനെ ബന്ധപ്പെടുത്തുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ കഴമ്പുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥരെയും വലിയ ശമ്പളത്തിൽ പല പദവികളിലും അദ്ദേഹം നിയമിച്ചു. ഏറ്റവും ഒടുവിൽ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോൺസിന് നിയമനം നൽകി. അതുപോലെ എത്രയോ വർഷം മുമ്പ് റിട്ടയർ ചെയ്ത രമൺ ശ്രീവാസ്തവയ്ക്ക് അഡ്വൈസറായി നിയമനം നൽകി. അതിനു മുമ്പ് ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത നളിനി നെറ്റോയ്ക്ക് നിയമനം നൽകി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റിട്ടയർ ചെയ്ത ടോം ജോസിനും മറ്റൊരു നിയമനം നൽകി. കെ എം എബ്രഹാമിന്, ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാമിന് കിഫ്ബിയുടെ CEO ആയിട്ട് നിയമനം നൽകി. ഈ നിയമനങ്ങളിൽ പ്രതിഫലം പറ്റാതെ ജോലി ചെയ്യുന്ന ഏക ഉദ്യോഗസ്ഥനുമുണ്ട്. അത് നാം മറന്നുകൂടാ. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന SM വിജയാനന്ദിനെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചു. അപ്പോൾ SM വിജയാനന്ദ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മുന്നോട്ട് വെച്ചത് തനിക്ക് പ്രതിഫലം വേണ്ട, ഔദ്യോഗിക വാഹനം വേണ്ട, വിപുലമായ ഓഫീസ് സ്റ്റാഫ് വേണ്ട, പരിമിതമായ സൗകര്യങ്ങളിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഒരു ചെറിയ മുറിക്കുള്ളിൽ പ്രവർത്തനം ആരംഭിക്കുകയും ഈ ചീഫ് സെക്രട്ടറി ആയിട്ടും DGP ആയിട്ടും എല്ലാം റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ പെൻഷൻ ആണ് ലഭിക്കുന്നത്. ഈ പെൻഷൻ തുക ലഭിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആ പെൻഷന് പുറമെ 3 ലക്ഷത്തിലേറെ വേതനം നൽകിക്കൊണ്ട് നിയമനം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ ആളുകൾ തൊഴിലില്ലാതെ നടക്കുകയാണ്. അതിൽ മാസ്റ്റർ ബിരുദവും PhDയും അതിനു മുകളിൽ വിദ്യാഭ്യാസവും ഒക്കെയുള്ള അനവധി യുവാക്കളുണ്ട്. അപ്പോഴാണ് റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അവർ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളത്തെക്കാൾ വലിയ പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ട് നിയമിക്കുന്നത്. ഇത്തരത്തിൽ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പായി മാറി. ഏറ്റവും ഒടുവിൽ കൊറോണ എന്ന വൈറസ് ബാധയെ നേരിടുന്നതിൽ ഇടതുപക്ഷ സർക്കാർ വളരെ മുന്നോട്ട്. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാ ദിവസവും പത്രസമ്മേളനങ്ങൾ നടത്തി ആ വിവരങ്ങൾ ജനങ്ങളോട് പറയുകയും ജനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു. BBC ഉൾപ്പെടെ ലോകമാധ്യമങ്ങൾ പോലും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങളെ, കൊറോണയെ നേരിട്ട രീതിയെ പ്രശംസിക്കുകയും ചെയ്തു. അങ്ങനെ നല്ല നിലയിൽ ഈ മഹാമാരിയെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ്
സ്പ്രിംഗ്ലർ ഇടപാട് വരും. സ്പ്രിംഗ്ലർ ഇടപാടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇപ്പോൾ വിവാദ നായകരായി മാറിയ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എം ശിവശങ്കർ. ആദ്യഘട്ടത്തിൽ സ്പ്രിംഗ്ലർ ഇടപാടിൽ ഒരു തെറ്റുമില്ല എന്ന് ആവർത്തിച്ച് പറയുകയും രമേശ് ചെന്നിത്തലയെ കടന്നാക്രമിക്കുകയും ചെയ്ത സഖാക്കൾക്ക് പോലും ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിബന്ധനകൾ പുറത്തു വന്നതോടുകൂടി ഒന്നും പറയാൻ കഴിയാതെയായി. കാരണം സ്പ്രിംഗ്ലർ ശേഖരിക്കുന്ന വിവരങ്ങളെല്ലാം മാസ്ക് ചെയ്യണം, നേരത്തെ ശേഖരിച്ച വിവരങ്ങളെല്ലാം മടക്കി നൽകണം, ഓരോ പൗരൻ്റെയും അനുമതിയോടുകൂടി മാത്രമേ വിവരശേഖരണം നടത്താവൂ തുടങ്ങിയ കർക്കശമായ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഒരർത്ഥത്തിൽ സ്പ്രിംഗ്ലർ എന്ന പദ്ധതിയുടെ കരചരണങ്ങൾ വെട്ടിക്കളയുകയാണ് ഹൈക്കോടതി ചെയ്തത്. ആ കേസിൻ്റെ അന്തിമവിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്പ്രിംഗ്ലർ ഇടപാട് വിവാദമായി. പക്ഷേ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സ്പ്രിംഗ്ലർ ഇടപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്നാണ്. കോടതിയിലിരിക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഈ സ്പ്രിംഗ്ലർ ഇടപാടിന് ശേഷമാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആക്രമിക്കുന്നതിന് പിന്നാലെ പാർട്ടി നേതാക്കളും സൈബർ സഖാക്കളും വലിയ തോതിലുള്ള ആക്രമണമാണ് മുല്ലപ്പള്ളിക്കെതിരെ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ളത്. മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കാവുന്ന ഒരു നേതാവല്ലെന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന കാലത്തും 5 തവണ MP ആയിരുന്ന കാലത്തും എല്ലാം സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസ്സുകാരിൽ ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് KPCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഗൗരവത്തോടെ ആ വിഷയത്തെ എടുക്കാനും അതിന് ഗൗരവത്തോടെ മറുപടി പറയാനുമാണ് മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത്. പക്ഷേ അത് പലപ്പോഴും ഉണ്ടായില്ല. ചെന്നിത്തലയുടെ കാര്യത്തിലായാലും ഇനി BJP പ്രസിഡന്റ് സുരേന്ദ്രന്റെ കാര്യത്തിലായാലും എല്ലാം മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ഇത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വിവാദ ഇടപാടുകൾക്ക് പിന്നാലെ ഇടയിൽ വന്ന മറ്റൊരു ഇടപാടാണ് വെബ്കോയിലുണ്ടായത്. കാരണം ഓൺലൈനിലൂടെ മദ്യം വാങ്ങാനുള്ള സംവിധാനം ഒരു ചെറിയ IT കമ്പനിക്ക് ഏർപ്പെടുത്തിയപ്പോൾ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷെ ആരോപണത്തെ മുഖവിലക്കെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. ബാറുകളിൽ നിന്ന് മദ്യം വാങ്ങാനുള്ള അനുമതി ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നൽകുകയും ചെയ്തു. ചുരുക്കത്തിൽ ഈ പുതിയ സംവിധാനത്തിലൂടെ ഓൺലൈൻ വഴി മദ്യം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ബാറുകളിൽ നിന്നുള്ള ടോക്കണാണ് ലഭിക്കുന്നത്. ബാറുകളിലേക്കുള്ള ടോക്കണാണ് ലഭിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ബാറുകളിലെ കച്ചവടം 10 ഇരട്ടി വർദ്ധിക്കുകയും സർക്കാർ നിയന്ത്രണത്തിലുള്ള വെബ്കോകൾ വെറും നോക്കുകുത്തിയായി മാറുകയും ചെയ്തു. ഇപ്പോൾ വെബ്കോയുടെ മുന്നിൽ ഒരു തരത്തിലുള്ള ക്യൂവുമില്ല. അവിടെ ആർക്കും ചെന്ന് മദ്യം വാങ്ങാവുന്ന അവസ്ഥ. പക്ഷേ ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന കടമ്പ മാത്രം. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ ബാർ മുതലാളിമാർക്ക് ലാഭം കൊയ്യാനുള്ള ഒരു അവസരമായി കൊറോണയിൽ വരുത്തിയ ഈ പരിഷ്കാരം മാറുകയാണ് ഉണ്ടായത്. അതേസമയം സർക്കാരിന് വൻ ലാഭം കാലങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെബ്കോ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഈ തെറ്റ് തുടക്കം മുതൽ ചൂണ്ടിക്കാണിച്ച പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും വിമർശനം ഉൾക്കൊണ്ട് അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ അത് നല്ല സംവിധാനമായി മാറുമായിരുന്നു. ഇത്തരത്തിലാണ്
ഓരോ വിവാദങ്ങൾ ഉയരുമ്പോഴും അത് വിവാദം ഉന്നയിച്ചത് പ്രതിപക്ഷമാകുന്നതുകൊണ്ട് ആ വിവാദത്തിൽ കഴമ്പില്ല എന്ന മുൻവിധിയാണ് പലപ്പോഴും മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. ഒരു ഭരണാധികാരി ഭരണപക്ഷത്തെ എന്ന പോലെ തന്നെ പ്രതിപക്ഷത്തെയും അംഗീകരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാനും ഏത് കാര്യത്തിലും തയ്യാറാവണം. അത് കൊറോണ കാലത്ത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ചെയ്യാത്തതിൻ്റെ തിക്തഫലമാണ് കേരളത്തിലുണ്ടായ പല സംഭവങ്ങളും. അത് മദ്യക്കച്ചവടത്തിലായാലും പ്രവാസികളെ കൊണ്ടുവരുന്ന കാര്യത്തിലായാലും പ്രതിരോധ പ്രവർത്തനങ്ങളിലായാലും എല്ലാം ഇതുതന്നെയാണ് പ്രതിഫലം. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണമാണ് ഈ ട്രാൻസ്പോർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കരാർ നൽകിയ പദ്ധതി. കോടിക്കണക്കിന് രൂപയുടെ ഈ പദ്ധതി കരാർ നൽകിയത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്നും അതിലൊരു അപാകതയുമില്ലെന്നും പലവട്ടം മുഖ്യമന്ത്രി പത്രസമ്മേളനങ്ങളിൽ പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സ്വപ്നയെ സർക്കാർ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഗവേഷണം, വ്യവസായം എന്നിവയ്ക്കായി ആരംഭിച്ച നോളജ് സിറ്റി പ്രോജക്റ്റ് മാനേജരായി നിയമിച്ചത് ഈ പറയുന്ന വിവാദ കമ്പനി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ശുപാർശ അനുസരിച്ചാണ് നിയമനം നൽകിയത്. അതിനവർ പറയുന്ന ന്യായം തങ്ങൾക്ക് സേവനത്തിനായി വ്യക്തികളെ ലഭ്യമാക്കുന്ന ഏജൻസിയുടെ പേ റോളിലുള്ള ആളാണ് സ്വപ്ന സുരേഷ്. അതുകൊണ്ട് സ്വപ്ന സുരേഷിനെ ഈ പദ്ധതിയിലേക്ക് ബഹിരാകാശ രംഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന രംഗത്തേക്ക് ശുപാർശ ചെയ്തു. അങ്ങനെയാണ് സർക്കാർ നിയമിച്ചത്. മറ്റൊന്ന്, ഈ ട്രാൻസ്പോർട്ട് പദ്ധതിയുടെ പ്രോജക്റ്റിൻ്റെ കരട് തയ്യാറാക്കിയത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട എം ശിവശങ്കറാണ്. കാരണം ഈ ട്രാൻസ്പോർട്ട് വകുപ്പോ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പോ മറ്റോ ഒക്കെ ചെയ്യേണ്ട ഒരു ജോലിയാണ് അദ്ദേഹം ഈ കാര്യം ചെയ്തതും. അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് ഈ കരാർ നൽകിയത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ പറഞ്ഞ കുത്തക കമ്പനി സെക്രട്ടറി ശിവശങ്കറും സ്വപ്നയുമായുള്ള ബന്ധമാണ് വെളിവാകുന്നത്. ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന സ്വപ്നയെ ചോദ്യം ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഈ സന്ദർഭത്തിൽ പറയാനുള്ള, വ്യക്തമാക്കാനുള്ള ഒന്ന്, മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദം ജനാധിപത്യത്തിൻ്റെ അവസാന വാക്കാണ് അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനെ ഇന്ന് ആരും ഓർക്കാറ് പോലുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ചെയ്ത ബാബറി മസ്ജിദ് തകർക്കപ്പെടാൻ സാഹചര്യമൊരുക്കിയത് കാരണം കോൺഗ്രസ്സുകാർ പോലും അദ്ദേഹത്തിൻ്റെ ചരമദിനം പോലും ഓർക്കാറില്ല. അങ്ങനെ എത്രയോ പ്രധാനമന്ത്രിമാരായാലും മുഖ്യമന്ത്രിമാരായാലും അവരുടെ കാലം കഴിയുമ്പോൾ, അവരുടെ പദവി അവസാനിക്കുമ്പോൾ അവരെ ജനങ്ങളും ചരിത്രവും ഓർക്കുന്നത് അവർ ചെയ്ത നല്ല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ EMS സർക്കാർ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ
ചരിത്രം സൃഷ്ടിച്ച EMS സർക്കാർ, ലോകത്തിലാദ്യമായി ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, EMSനെ ഒരിക്കലും കേരളത്തിന് മറക്കാനാവില്ല. അതുപോലെ അച്യുതമേനോൻ സർക്കാർ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു സർക്കാരായിരുന്നു C. അച്യുതമേനോന്റെ സർക്കാർ. ഇന്നും C. അച്യുതമേനോനെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി കേരളീയർ ഓർക്കുന്നു. അതുപോലെ P.K. വാസുദേവൻ നായർ, P.K. വാസുദേവൻ നായരെയും കേരളം എക്കാലവും ഓർക്കുന്നു. അതുപോലെ ഏത് കാര്യവും ചിരിച്ച മുഖത്തോടെ സരസമായ ഭാവത്തിൽ കൈകാര്യം ചെയ്തിരുന്ന E.K. നയനാർ, ഏറ്റവും സമർത്ഥനായ മുഖ്യമന്ത്രി എന്ന് പേര് കേട്ട ലീഡർ K. കരുണാകരൻ, അങ്ങനെ തുടങ്ങി V.S. അച്യുതാനന്ദൻ വരെയുള്ള മുൻ മുഖ്യമന്ത്രിമാരെ കേരളം ഓർക്കുന്നത് അവരുടെ കാലയളവിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ, ജനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കണമെങ്കിൽ, പിണറായി സർക്കാർ ഇനി അവശേഷിക്കുന്ന ഒരു കൊല്ല കാലയളവിലെങ്കിലും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കണം. ഞങ്ങൾക്ക് തുടർ ഭരണം കിട്ടും എന്ന് കുട്ടി സഖാക്കളും വലിയ സഖാക്കളും ഫേസ്ബുക്കിൽ ആവർത്തിച്ചതുകൊണ്ട് കാര്യമില്ല. വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ്. ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങളാണ് യജമാനന്മാർ എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഓർത്താൽ പോരാ, ഭരിക്കുമ്പോഴും ഓർക്കണം. അത് മോദി ആയാലും പിണറായി വിജയനായാലും ജനങ്ങളുടെ പേരിലാണ് തങ്ങൾ ഭരിക്കുന്നത് എന്ന് അവർക്ക്, ഭരണാധികാരികൾക്ക് ഓർമ്മയുണ്ടാവണം. മറ്റൊന്ന്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ ആരംഭിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അംബേദ്കർ എഴുതിയ ഭരണഘടന ജനങ്ങളാൽ എഴുതപ്പെട്ട ഭരണഘടനയായിട്ടാണ് അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയായാലും ഇന്ത്യൻ ഭരണ സംവിധാനമായാലും എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ജനകീയ കോടതിയുടേതാണ്. അപ്പോൾ ആ ജനകീയ കോടതിയെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് വേണം ഒരു ഭരണാധികാരി പ്രവർത്തിക്കേണ്ടത്. ഏത് ഭരണാധികാരിയായാലും, അത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആയാലും, ഇപ്പോൾ സമരക്കാരെ പട്ടിയെ വിട്ട് കടിപ്പിക്കും എന്ന് പറഞ്ഞ ട്രംപ്, അങ്ങനെയാണ് ട്രംപ് അടുത്ത കാലത്ത് പ്രതികരിച്ചത്. സമരം ചെയ്യാൻ ചെന്നാൽ വൈറ്റ് ഹൗസിന് മുന്നിലെത്തിയാൽ പട്ടിയെ വിട്ട് കടിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ചേർന്ന പ്രയോഗമായിരുന്നില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹം ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടിയും. അപ്പോൾ നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ, ഭരണത്തിലിരിക്കുമ്പോൾ തീർച്ചയായും വിനയമായിരിക്കണം നമ്മുടെ ഭാഷ. വിനയത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാനും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കാനും നേതാക്കൾക്ക് കഴിയണം. അപ്പോൾ മാത്രമാണ് അവർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത നേതാക്കൾ തീർച്ചയായും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ മന്ത്രിമാർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഉള്ള അന്തരീക്ഷം ഉണ്ടെന്ന് കരുതാൻ വയ്യ. കാരണം നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു, C. രവീന്ദ്രനാഥ്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് രണ്ടായി വെട്ടിമുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് KT ജലീലിന് നൽകി. അപ്പോൾ സംഭവിച്ചത് എന്താണ്? കോളേജ് പ്രൊഫസറായിരുന്ന വളരെ ലളിതമായ ജീവിതത്തിനുടമയായ C. രവീന്ദ്രനാഥ് നല്ല നിലയിൽ കൊണ്ടു നടന്ന വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടാക്കി. ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായപ്പോൾ രണ്ടും ഭരിക്കുന്നത് CPM-കാരാണ്.
അങ്ങനെ ഒരു പ്രത്യേകത ഈ കാലയളവിലുണ്ട്. അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുടെ പ്രവർത്തനങ്ങളെ നിപ്പ പടർന്നു പിടിച്ച കാലം മുതൽ കേരളവും ലോകവും അംഗീകരിച്ചതാണ്. പക്ഷേ സ്വതന്ത്രമായി അവർക്ക് ജനങ്ങളോട്, മാധ്യമങ്ങളോട് ഇടപഴകാനും കാര്യങ്ങൾ പറയാനും ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയം. ധനകാര്യത്തിൽ പണ്ഡിതനായ തോമസ് ഐസക്കിന് VS സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിരുന്നത് പോലെ ധനകാര്യ വകുപ്പിൽ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുണ്ടോ എന്ന് സഖാക്കൾ പോലും സംശയിക്കും. അതുപോലെ ഏറ്റവും സത്യസന്ധനും സമർത്ഥനുമായ മന്ത്രി ജി സുധാകരൻ, അഴിമതി ലവലേശം തൊട്ട് തെറിച്ചിട്ടില്ലാത്ത മന്ത്രിയാണ് ജി സുധാകരൻ. അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മന്ത്രി എന്ന പേര് അദ്ദേഹത്തിന് തന്നെയാവും ലഭിക്കുക. പക്ഷേ അദ്ദേഹവും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളിൽ തൃപ്തനാണോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കും. ചുരുക്കത്തിൽ സഹമന്ത്രിമാർക്ക് പോലും, CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് പോലും സ്വതന്ത്രമായി ചിന്തിക്കാനോ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം. മറ്റൊരു ഉദാഹരണം ജലസേചന വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ്. ഇന്നത്തെ ഏത് മന്ത്രിമാരെ എടുത്താലും താൻ ഭരിക്കുന്ന ജലസേചന കാര്യങ്ങളിൽ അന്തർനദീജലം പങ്കുവയ്ക്കുന്ന കാര്യം ഉൾപ്പെടെ പറമ്പക്കുളമായാലും മുല്ലപ്പെരിയാറായാലും ഇതുപോലെ അവഗാഹമുള്ള മറ്റൊരു നേതാവ് കേരളത്തിലില്ല. ബേബി ജോണിന്റെ കാലം മുതൽ നിയമസഭാ സബ്ജക്റ്റ് കമ്മിറ്റികളിലും മറ്റും അംഗമായിരുന്നു ഈ വിഷയങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ് കെ കൃഷ്ണൻകുട്ടി. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്ന സംഭാവനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? സമർത്ഥരായ മന്ത്രിമാർ ഉണ്ടെങ്കിലും അവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സംഭാവനകൾ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അപ്പോൾ ഐ ആം ദി സ്റ്റേറ്റ് എന്ന നിലയിലുള്ള മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ ഏകാധിപത്യപരമായ നിലപാടുകളാണ് ഈ ഇടതുഭരണത്തിലെ പ്രതിസന്ധിയിൽ എത്തിക്കുന്നത്. വൈകിയ വേളയിലെങ്കിലും ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാനും തൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരിലും അടിച്ചേൽപ്പിക്കാനുള്ള നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ വിവാദങ്ങളുടെ കേന്ദ്രമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അവശേഷിക്കും.